Hare Rama, Rama Rama, Hare Hare. Hare Rama Sankirtan ki jai, Srila Prabhupada ki jai. Om Jnanatimirandasya Jnananjanashalakayam Chakshurunmilitam Yena Tasmai Shri Gurave Namah. Shri Chaitanya Manobishtam Sthapitam Yena Bhutale Rupakadamakhyam Dadadi Sabadandiyam Deham Shri Guru Shri Adapatakamelam Shri Guru Vaishnavamscha Shri Rupam Sagrajadam Sagana Raghunathanidam Tam Sajivam Sadvaitam Savadutam Parijana Sahitam Shri Krishna Chaitanya Devam Shri Radha Krishna Padan Sagana Lalita Shri Vishaganidam Sha He Krishna Karuna Sindho Dinabandho Jagatpade Govesha Gopika Kanda Radha Kanda Namastude Sapta Kanjana Gaurangi Radhe Vrindavaneshwari Vrishabhanusute Devi Pranamami Haripriye Vanjakalparurvasya Kripa Sindhubhye Vacha Paddanam Bhavanebhyo Vishnavebhyo Namo Namah. Jai Shri Krishna Chaitanya Prabhu Nityananda Shri Advaita Gadadhara Shri Vasadi Gaura Bhakta Vrinda Hare Krishna 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 Hare 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 Rama 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 Hare Hare Narayanam Namaskritya Naram Chaiva Narottamam Devim Saraswatim Vyasam Tato Jayamudire Ashtaprayeshu Vajreshu Nityam Bhagavata Sevayam Bhagavati Uttama Sloke Bhaktar Bhagavati Nashtagi Om Namo Bhagavate Vasudevaya Om Namo Bhagavate Vasudevaya Om Namo Bhagavate Vasudevaya Namo Vishnupadaya Krishnaaya Bodhine Srimade Jayapataaka Swamini Namane Namacharya Padaya Nitaya Kripa Pradayane Gurugada Damadaya Nagara Gramadaya Namo Vishnupadaya Krishnaaya Bodhine Srimade Bhaktivedanta Swamini Namane Namaste Saraswati Deve Gauravani Prajane Nirvishesha Shunyavadi Vaschatya Desharane Rupasya Kripa Sindhubhyo Cha Bhagavatam Bhavanebhyo Vaishnavebhyo Namo Gauranga Bhaktivinoda എല്ലാവർക്കും കണ്ണൂർ ISKCON ഈ രാവിലത്തെ സത്സംഗിലേക്ക് എല്ലാ ഭക്തർക്കും സ്വാഗതം. നമ്മള് കഴിഞ്ഞ വട്ടം നന്ദഘാട്ട് ആ സ്ഥലത്തിനെ പറ്റിയാണ് വായിച്ചുകൊണ്ടിരുന്നത്. നന്ദഘാട്ടിന് അടുത്തുള്ള സ്ഥലങ്ങളെ പറ്റിയായിരുന്നു. അതിലൊരു സ്ഥലം ജയ്ത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അത് ഗോവർദ്ധൻ ഭഗവാൻ ഉയർത്തിയപ്പോൾ ജയത്ത് ജയത്ത് എന്ന് എല്ലാരും വിളിച്ച ആ സ്ഥലത്തിന് പിന്നെ ആക്ച്വലി ആ ജയത്ത് എന്നാണ് ജയിത്തായിട്ട് മാറിയത്. പിന്നെ അതിന്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് സാംപോളി. സാംപോളി സാംപ് എന്ന് പറഞ്ഞാൽ സർപ്പം, അഗാസുരൻ, സർപ്പത്തിന്റെ വലിയ സർപ്പത്തിന്റെ രൂപം വന്ന് അവിടെ വന്ന് ഭഗവാൻ അവസാനം അഗാസുരനെ വധിച്ചു. ആ വധിച്ചത് നമ്മൾ കഴിഞ്ഞ വട്ടം കണ്ടു. അതിന്റെ ബാക്കിയാണ് നമ്മള് ഇപ്പോ ദീനബന്ധു പ്രഭു എഴുതിയ വൃജലീല, വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂറിന്റെ ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ലീലകളെ പറ്റിയാണ് പ്രഭു ഇതിനകത്ത് വിവരിക്കുന്നത്. അതിനകത്തൂടെ നമുക്ക് സഞ്ചരിക്കുമ്പം കിട്ടുന്ന ഭഗവാന്റെ ആ ലീലകൾ കേൾക്കുമ്പോൾ ഒരു ആനന്ദം, ഭക്തൻ എഴുതിയേക്കുന്നതിലൂടെ പോകുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനും അത് ഗ്രഹിക്കാനും പറ്റും. നമുക്ക് അതിന്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അഗാസുരനെ വധിച്ചു ഭഗവാൻ. After all this, the cowherd boys were very hungry. അപ്പോ അഗാസുരനെ വധിച്ച് ഭഗവാന്റെ സുഹൃത്തുക്കളെ എല്ലാം ഭഗവാൻ വീണ്ടും ബോധമൊക്കെ വന്നു എല്ലാവർക്കും. ഭഗവാന്റെ ജസ്റ്റ് ഒരു ദൃഷ്ടി കൊടുത്തതേ ഉള്ളൂ അവർക്കൊക്കെ. അപ്പോഴേ അവരെല്ലാം തിരിച്ചു വന്നു. എല്ലാവർക്കും വിശക്കുന്നു ഇത് കഴിഞ്ഞ്.
അപ്പൊ ആകാസുരനെ വധിച്ച് ശേഷം എല്ലാ ഗോപാലകന്മാർക്കും ശരിക്ക് വിശന്നു. They began walking on the bank of യമുന. അങ്ങനെ യമുനയുടെ തീരത്തൂടെ എല്ലാരും ഉത്സാഹത്തോടെ നടക്കാൻ തുടങ്ങി. Looking for a beautiful place to sit down and eat. ഇവര് വീട്ടിൽ നിന്ന് എല്ലാരും ലഞ്ചുമായിട്ടാണ് വരുന്നത്. ഭഗവാന്റെ കയ്യിൽ ഒരു വടി, ഒരു കിഴിയും, ആ കിഴിക്കകത്ത് കഴിക്കാനുള്ളതെല്ലാം യശോദമയ്യ ആക്കി കൊടുത്തു. കണക്ക് എല്ലാ ബാലകന്മാരും ആനന്ദത്തോടെ കളിച്ച് രസിച്ച്, ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ എന്ന് പറഞ്ഞാൽ. ഒരു കാര്യവും വലിയ വലിയ കമ്പനികളിലെ മുതലാളിമാര് പല സ്ഥലങ്ങളിലായിരിക്കും ആനന്ദത്തില് എന്താ പറയാ എൻജോയ്മെന്റ് ചെയ്ത് ഓരോ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നത്. ഇവിടെ നിയോഗിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ ജോലിക്കാര് അയാളുടെ എല്ലാ കമ്പനിയും നോക്കി നടത്തും. അല്ലാതെ വലിയ മുതലാളി എന്താ അതിന്റെ പുറകെ അത് ചെയ്തോ ഇത് ചെയ്തോ നോക്കി പോവാത്. ഭഗവാനും സർവ സൃഷ്ടിയുടെയും കാര്യങ്ങള് അതാത് മനുക്കളെയും ഋഷിമാരെയും ഏൽപ്പിച്ചിട്ടാണ് ആറാംസെ. എന്നാലും ഭഗവാന്റെ കൺട്രോള് എല്ലായിടത്തും ഉണ്ട്. നമ്മളെ പുറത്തൊരു ഈച്ച വന്നിരുന്നാല് നമുക്കുടനെ മനസ്സിലാവും, ഈച്ച എന്തോ വന്ന് പുറത്തിരുന്നു. അതേ കണക്കാണ് ഭഗവാന്റെ സൃഷ്ടിയില്. ഭഗവാൻ ഗോലോകത്തിലിരുന്നാലും, അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഇല അനങ്ങണമെങ്കിലും ഭഗവാന്റെ അനുവാദം വേണം. മീൻസ് എല്ലാം ഭഗവാന്റെ ഇതില് വരുന്നുണ്ട്. ബിക്കോസ് ഓൾ ക്രിയേഷൻ ഭഗവാന്റെ സൃഷ്ടിയുടെ പ്രത്യേകതയാണ്. നമ്മളെ ശരീരത്തിൽ ഒരു ഈച്ച വന്ന് എവിടെയെങ്കിലും ഇരുന്നാൽ നമുക്ക് അറിയാൻ പറ്റുന്നത് പോലെ തന്നെ ഈ ബ്രഹ്മാണ്ടത്തിൽ ഇത്രയും ക്രിയേഷന്റെ ഏത് ഭാഗത്ത് എന്ത് ചലിച്ചാലും ഭഗവാൻ അറിയാം. എന്നാ ഭഗവാൻ ആനന്ദത്തില് ഭഗവാന്റെ സുഹൃത്തുക്കളുമായിട്ട്. അതുകൊണ്ടാണ് ശരിക്കും മറ്റു ദേവി ദേവന്മാരെയൊക്കെ നമ്മൾ നോക്കിയാല് അവർക്ക് ഓരോ ആയുധങ്ങളൊക്കെ കൊടുത്തിട്ട് ഇത് ചെയ്യുക. ഭഗവാൻ ശരിക്ക് എന്താ പറയാ ഒരു ഓടക്കുഴലും പിടിച്ച് വളരെ കൂളായിട്ട്. അപ്പൊ ഇവിടെ യമുനയുടെ തീരത്തൂടെ ഇവര് നല്ലൊരു സ്ഥലം നോക്കി പോവുകയാണ്, എല്ലാരും കൂടി ഇരുന്ന് കഴിക്കാനായിട്ടുള്ള. അപ്പൊ ഈ they found a nice place where there were footprints, where there were no footprints and all the birds and peacocks. It was very peaceful and quiet. അപ്പൊ ഒരു നല്ല സ്ഥലം അവർക്ക് കിട്ടി. There were nice grass nearby the calves. പശുക്കൾക്ക് മേയാൻ പറ്റിയ പുല്ലും അവിടെയുണ്ട്. All the young gopas sat down just like a whorl of lotus flower with Krishna in the very center. എല്ലാരും എങ്ങനെ ഇരുന്നേന്നറിയാം. ഭഗവാനെ നടുക്കിരുത്തിയിട്ട് താമര ഇതൾ പോലെ ചുറ്റും എല്ലാ ഗോപന്മാരും ഇരിക്കുക. His dearest friends with reddish clothes were sitting closest to him. Next dear friends were sitting in the next ring. ഏറ്റവും അടുത്ത സഖാക്കൾ അങ്ങനെ ഓരോ റിംഗ് ആയിട്ട് ഭഗവാന് ചുറ്റിനും. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇങ്ങനെ വട്ടത്തിൽ ഇരിക്കുവാണേലും ഇപ്പൊ എന്റെ പുറകിൽ ഇരിക്കുന്ന ആളെ എനിക്ക് കാണാൻ പറ്റത്തില്ല. ഭഗവാൻ ഇരിക്കുമ്പം ഈ ഇരിക്കുന്ന ഓരോരുത്തരും വിചാരിക്കുന്നത് ഭഗവാൻ അയാളെ നോക്കിയാണ് ഇരിക്കുന്നതാണ്. അതതിന്റെ പ്രത്യേകത. നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ പുറകെ ഇരിക്കുന്ന ആളെ നോക്കണമെങ്കിൽ പിന്നെ തല തിരിച്ചു നോക്കണം. ഭഗവാൻ ഇരിക്കുമ്പോ
ഭഗവാന്റെ പുറകിലിരിക്കുന്ന ആളെയും ഭഗവാൻ നോക്കിയിരിക്കുന്നതായിട്ടാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. അത് നല്ലൊരു ഐഡിയ ആണ്. Boys had little covered stick, and on the end of the stick they had little lunch bag. അപ്പൊ കമ്പില് ആഹാരം കഴിക്കാനുള്ള പിടിയൊക്കെ ആഹാരം അതിനകത്ത് വെച്ച് കെട്ടിയിട്ടാണ് ഈ കമ്പില് തൂക്കിയിരിക്കുന്നത്. അങ്ങനെ ഓരോ ബാഗും തുറന്നു ചുറ്റിനും ഇരുന്നിട്ട് ആൻഡ് ടു ഹാവ് എ വണ്ടർഫുൾ ഫീസ്റ്റ്. ഓരോരുത്തരയിൽ ഓരോ സാധനങ്ങളാണ് അമ്മമാര് കൊടുക്കുന്നത്. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിക്കും. എല്ലാ ആൾക്കാരും കൂടെ ഒരുമിച്ചിരുന്നു ഇവൻ കൊണ്ടുവന്നതും അവൻ കൊണ്ടുവന്നതും എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്ത് ഭയങ്കര ഒരു സന്തോഷമാണ്. അന്ന് വിചാരിച്ചു ജോലി കിട്ടുമ്പോഴായിരിക്കും കൂടുതൽ സന്തോഷം. ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി സ്കൂളിൽ പഠിക്കുന്നതായിരുന്നു ആ സന്തോഷം. ജോലി കിട്ടിക്കഴിഞ്ഞപ്പോ ഏറ്റവും ബെറ്റർ അന്ന് നമ്മൾ സ്കൂളിൽ പഠിച്ച ആ സമയങ്ങളൊക്കെ. Each boys opened their bag and they all sat down to have a wonderful feast. അങ്ങനെ ഭയങ്കര വലിയൊരു സദ്യ അവരെല്ലാരും കൂടെ ഒരുമിച്ച് പല പല ആഹാരങ്ങളാണ്. Some of the boys put their lunch on the leaves. ചില ആൾക്കാര് ഇല എടുത്തിട്ട് ആ ഇലയുടെ പുറത്ത് ആഹാരം നിരത്തി വെച്ചു. ചിലർ കമ്പിന്റെ വലിയ കമ്പ് കീറിയ അതിന്റെ പുറത്ത് ആഹാരം വെച്ചു. ഓരോരോ രീതിയിൽ. ചിലര് ധോത്തിയിൽ തന്നെ വെച്ചു, ചിലര് മടിയിൽ വെച്ചു. എല്ലാരും ഒരുമിച്ചിരുന്ന് സാധനം കഴിക്കുകയാണ്. ഭഗവാന് അതിമനോഹരമായ കാഴ്ചയിൽ ഭഗവാന്റെ കൂടെ ഇരുന്ന് സാധനം കഴിക്കും. At the time when Krishna killed Aghasura, the demon had come. Brahma thought something funny is going on. ഇവിടെ ബ്രഹ്മാവ് അഗാസുരനെയൊക്കെ കൊല്ലുന്ന കണ്ടിട്ട് പിന്നെ നോക്കുമ്പം ഈ കുട്ടിപ്പട്ടാളത്തിന്റെ കൂടെ ഇരുന്ന് ഈ ആള് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് വൃന്ദാവനത്തിൽ. So he came over and looked down. ബ്രഹ്മാവിന് ഒരു സംശയം, ഇത് ആരാണ്? What did he see? Krishna pulled a great big laddu out from his bag and he took a bite of it. Krishna then gave that laddu to his friend. Hey, why don't you see what nice sweet my mother Yashoda made for me? Then that friend took a bite of the sweet that Krishna passed. ബ്രഹ്മാവിന്റെ തലയിലെ സർക്യൂട്ട് അടിച്ചു. ബ്രഹ്മാവ് നോക്കുമ്പോ പിള്ളേരുടെ കൂടെ ഇരുന്നിട്ട് ഈ കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ബാഗിൽ നിന്ന് ഒരു ലഡ്ഡു എടുത്തിട്ട് പകുതി കടിച്ചു. എന്റെ അടുത്തിരിക്കുന്നവന് കൊടുക്കുക, നീ നോക്ക്, ഇത് രുചിയൊന്ന് നോക്ക്, എന്റെ അമ്മ ഉണ്ടാക്കി തന്നതാണ് ഇത്. അപ്പം ഭഗവാൻ കടിച്ചിട്ട് ആ ബാക്കി ആ കൂട്ടുകാരൻ ആ ഗോപൻ കഴിച്ചു. എന്നിട്ട് അതിങ്ങനെ പാസ് ചെയ്ത് പലരും അതിന്റെ ടേസ്റ്റ് നുകർന്ന്. Another friend took a bite of his own sweet and gave it to Lala, saying, Anna, just see what nice sweet my mother made. വേറൊരു സ്വീറ്റ് എടുത്തിട്ട് കടിച്ചു നോക്കി. ഈ കണ്ണ ഇതൊന്നും നോക്ക്, ഇതിനെന്ത് രുചിയാ എന്റെ അമ്മ ഉണ്ടാക്കി തന്ന. അങ്ങനെ അത് ഭഗവാൻ മേടിച്ചിട്ട് ഭഗവാൻ കഴിക്കുന്നു. ഇതെല്ലാം കണ്ടപ്പം ശരിക്കും പറഞ്ഞ ബ്രഹ്മാവ് ആകെ ഇത് അമ്പരന്ന് പോയി. എന്താ ഇവിടെ നടക്കുന്നു? Krishna took the sweet and took a bite. Brahma was watching all this and he became confused. ബ്രഹ്മാവന് ആകെ ആശയക്കുഴപ്പമായി. This is the Supreme Personality of Godhead? ഇയാളാണോ പരമദിവ്യോത്തമ പുരുഷൻ? Even in ordinary etiquette, we never take a bite of some food and give to someone else.
സാധാരണ കഴിക്കുമ്പോൾ നമ്മളുടെ മര്യാദ വെച്ചിട്ട് നമ്മൾ കടിച്ചതിന്റെ ബാക്കി പോലും ആരും കഴിക്കാറില്ല. ഇവിടെ നാണ്ട് അവൻ കടിച്ചത് ഇവൻ കഴിക്കുന്നു, ഇവൻ കഴിച്ചത് അവൻ കഴിക്കുന്നു, എല്ലാരും കൂടെ ഒരു മേളം തന്നെ. ഇതെല്ലാം കണ്ടിട്ട് ബ്രഹ്മാവിന് ആകെ ഒരു എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യ. These boys are eating their sweets and then giving them to Krishna. Krishna is supposed to be the supreme, so why is he biting a sweet and giving to his friend? Krishna actually supreme lord ആണല്ലോ, പിന്നെ ഇയാൾ എന്താണ്? അവൻ കടിച്ചതൊക്കെ ഇയാൾ തിന്നുന്നു, ഇയാൾ കഴിച്ചതൊക്കെ അവൻ കഴിക്കുന്ന, ആകെ ഒരു ആചാരവും ഇല്ലാത്താണ് കാണിക്കുന്നത്. Is this Bhagavan or is this some made by the cowherd boys? Bhagavan. So he decided to make it. ഭഗവാൻ ആണോ ഇത്? അപ്പൊ ഭഗവാൻ അല്ലയോ? അതോ ഈ കവേർഡ് ഈ ഗോവന്മാരുടെ ഇടയിൽ ഒരുത്തനാണോ ഇത്? ആകെ ഒരു കൺഫ്യൂഷനായി ബ്രഹ്മാവ് ഒരു പരീക്ഷണം നടത്താമെന്ന് വിചാരിക്കുന്നു. അതല്ലാണ് ഭഗവാൻ തന്നെയാണോ എന്നറിയാൻ വേണ്ടി പരീക്ഷണം. അങ്ങനെ that village is called Parkham. Comes from the name of Parikshit. അങ്ങനെ പരീക്ഷണം ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ട് ഈ സ്ഥലത്തിന് പേര് വീണത് പർക്കം. ജസ്റ്റ് ലൈക്ക് വെൻ അപ്പോ ടെസ്റ്റ് ചെയ്യാണ് ബ്രഹ്മാവ് സ്ഥലത്ത് വെച്ചാണ് അപ്പം ബ്രഹ്മാവ് ടെസ്റ്റിംഗ് ചെയ്യാൻ പോയത് ഭഗവാനെ. This village is called Parkham where Brahma was doing his examination. പരീക്ഷ നോക്കുക ഭഗവാനെ. So many villages connected to this pastimes of Brahma stealing the calves and cowherd boys. അങ്ങനെ ഈ അടുത്തുള്ള എല്ലാ ഗ്രാമങ്ങളും ഈ ലീലയുടെ ഭാഗമായി. ഏത്? ഭഗവാന്റെ പിതാവിനെയും ഭഗവാന്റെ ഗോപന്മാരെയും സുഹൃത്തുക്കളെയും ബ്രഹ്മാവ് അടിച്ചു മാറ്റി വെക്കും. ഈ ലീല നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. എന്താ അതിനകത്ത് രസങ്ങൾ. ബ്രഹ്മാവിന്റെ മിസ്റ്റിക് പവർ കൊണ്ട് മാജിക് കാണിച്ചു ബ്രഹ്മാവ് വെരി കെയർഫുള്ളി ആരെയൊക്കെ എടുത്തോണ്ട് പോയി? കൂട്ടുകാരെ എടുത്തു. ആദ്യം പശുക്കളെയാണ് കൊണ്ടുപോയത്. തിന്നുകൊണ്ടിരുന്ന പശുക്കളെ, കിടാവുകളെ അടിച്ചു മാറ്റി ബ്രഹ്മാവ്. Suddenly all the boys jumped up, looked around. Oh, കിടാവൊക്കെ എവിടെ പോയി? കഴിച്ചുകൊണ്ടിരുന്നവർ പെട്ടെന്ന് നോക്കിയപ്പോ കിടാക്കളെ ഒന്നും കാണുന്നില്ല, പശുക്കിടാവ്. Krishna jumped up and said, all right, boys, just remain seated. നിങ്ങളൊക്കെ ഇരിക്കും. I will go find the calves. ഇത് ഒരു അവന്റെ സ്നേഹം നോക്കണം. ഇത് ഭയങ്കര ഒരു വിശേഷമാണ്. ഡോണ്ട് വറി. നമ്മളൊക്കെ ആണെങ്കിൽ നമ്മളെ നമ്മളും ടീച്ചർ ഇരിക്കുമ്പോ ടീച്ചറിന് വെള്ളം വേണമെന്ന് പറയുമ്പോ തന്നെ പോയി എഴുന്നേറ്റ് കുടിച്ച് വരാനാണോ പറയുന്നത്? നമ്മൾ പോയി പെട്ടെന്ന് എടുത്തോണ്ട് വരും. ഇവിടെ ഭഗവാന് സഖാക്കളുടെ അടുത്ത് പറയണം, നിങ്ങളെ ഇരിക്കെ, ഞാൻ പോയി കൊണ്ടുവരാം, നിങ്ങള് കഴിക്കുന്നത് വിട്ടു മാറിപ്പോണ്ട. അപ്പൊ ഭഗവാന്റെ ആ ഒരു ഹംബിൾനെസ്. ഓൾ ദ കൗഹർഡ് ബോയ്സ് റിമെയിൻ സീറ്റഡ്. അങ്ങനെ അവരെല്ലായിരുന്നു. നമ്മളങ്ങനെ ചെയ്യാറില്ല. നമ്മള് ഗുരുമഹാരാജൊക്കെ വന്നു കഴിഞ്ഞാല് വെള്ളം വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ പോയി എടുത്തോണ്ട് കൊടുക്കും. അല്ലാതെ നമ്മളടുത്ത് ഗുരുമഹാരാജ് പറയത്തില്ല, നിങ്ങളൊക്കെ ഇരിക്കും, ഞാൻ പോയി തന്നെ എടുത്ത് കുടിച്ചോളാം. നമ്മളപ്പൊ സേവ ചെയ്യാൻ നോക്കും. ഭഗവാൻ ഇവിടെ തിരിച്ച് സേവ ചെയ്യുകയാണ്. Now Krishna is the supreme personality of Godhead and he is telling, no, you guys don't bother yourself, you sit down, I will go and find the calves. നിങ്ങൾ ഇതിനകത്തൊന്നും ബേജാറാവേണ്ട ആവശ്യമില്ല,
ഞാൻ പോയി കണ്ടുപിടിച്ചോണ്ട് വന്ന, നിങ്ങൾ കഴിക്കുന്നിടത്ത് ഇരുന്ന് കഴിക്കുക. Yet he is so kind to his devotees. അദ്ദേഹം സുപ്രീം പേഴ്സണാലിറ്റി ആണെങ്കിലും അത്രയ്ക്ക് കരുണാമയനാണ്. We can't even begin to imagine his kindness. നമുക്ക് ഭഗവാന്റെ ഈ കരുണ, ഈ അനുകമ്പ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അതിന്റെ അപ്പുറത്താണ് ഇത് സംഭവം. Krishna wandered off to find the calves. He wandered here and there and he couldn't find them. ഭഗവാൻ എല്ലായിടത്തും പോയി നോക്കി, ദാവിനെ ഒന്നും കാണാൻ പറ്റിയില്ല. When he returned, what did he find? He didn't find anyone. Nobody was there where they were all sitting before. Krishna looked all around. He could then understand, oh, this is Brahma. ദാവുകളെ പോയി നോക്കിയിട്ട് ഭഗവാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവിടെ ഗോപന്മാരെ ഭഗവാന് എന്താണ് നോക്കിയപ്പം സംഭവം പിടികിട്ടി. ഓ ബ്രഹ്മ, നീയാണ് ഇതിന്റെ പുറകില്. Krishna was thinking, I go home with cowherd boys. I got in so much trouble just for eating clay. ഭഗവാൻ ഇപ്പം ആലോചിക്കുകയാണ്, ചേടാ കൂട്ടുകാരുമായിട്ട് വീട്ടിലോട്ട് തിരിച്ചു ചെന്നില്ലെങ്കിൽ ആകെ ബഹളമാവും. ഒരു വട്ടം ഞാൻ വെറുതെ ഇച്ചിരി മണ്ണ് കഴിച്ചതിന് തന്നെ ഭയങ്കര ബഹളമായിരുന്നു. ഈ പിള്ളേർ ഈ കൂട്ടുകാരുമായിട്ട് ഇപ്പൊ ചെന്നില്ലെങ്കിൽ അതിലും വലിയ പുല്ലാപ്പാവും. ഭഗവാൻ എന്താ ചെയ്ത? അപ്പൊ ഞാൻ ഇതില് അപ്പൊ ഇത് വലിയ പ്രോബ്ലത്തിലോട്ട് ഞാൻ ചെന്ന് ചാടുമല്ലോ. സോ കൃഷ്ണ എക്സ്പാൻഡഡ് ഹിംസെൽഫ് എക്സാക്ട്ലി ലൈക്ക് ദ ഓൾ കൗഹർഡ് ബോയ്സ്. Whatever they looked like, whatever they were wearing, whatever they were funny manners. ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് ഈ പ്രാവുകളെയും ഈ സുഹൃത്തുക്കളെയും അതേപോലെ സൃഷ്ടിച്ചു. ഭഗവാനെ പോലെ അല്ല സൃഷ്ടിച്ചത്, അവരെങ്ങനെയായിരുന്നോ അതേപോലെ. ചില ആൾക്കാർക്ക് കൈയൊക്കെ ഇങ്ങനെ അനക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അതേ അനക്കത്തെ ശീലമുള്ള ആ ഒരു എക്സ്പാൻഷൻ എല്ലാം ഭഗവാൻ തന്നെയാണ്. പക്ഷെ ആ കാണാതായ കൂട്ടുകാരെ പോലെ തന്നെ ഓരോരുത്തരെയും ഭഗവാൻ വിസ്തരണത്തിലൂടെ കൊണ്ടുവന്നു. എവ്രിബഡി ഹാസ് ഹിസ് ഓൺ ഡിഫറെന്റ് മാനേഴ്സ്. ഓരോ വ്യക്തിക്കും ഓരോരോ രീതിയാണ് നടക്കുന്നതിനകത്ത്, ഇരിക്കുന്നതിനകത്ത്, സംസാരിക്കുന്നതിനകത്ത്. അതേപോലെ തന്നെ ഈ കുട്ടികളും, ഈ ഓരോ ഭഗവാന്റെ ശരീരത്തിന് വന്ന ആ കുട്ടികളും അതേ നേച്ചറിൽ അതേ കണക്ക് കാണിക്കുന്നു. One boy was always moving his head sideways to crack his neck. ചില കുട്ടികൾ ഇങ്ങനെ ഒക്കെ ആക്കുന്ന പോലെ ഭഗവാൻ അവനെ പോലെ തന്നെ. ചിലര് കണ്ണിങ്ങനെ അടച്ചു കാണിക്കുന്നവരുണ്ട്. അതേ കണക്ക് തന്നെ അവന്റെ ആ മാനറിസം, ആ സ്വഭാവ ഗുണം അതേപോലെ ഭഗവാന്റെ ഓരോ വിസ്തരണവും അവരെങ്ങനെയായിരുന്നോ അതേപോലെ തന്നെയായിരുന്നു. ഓൾ ദ ഡിഫറെന്റ് ഡ്രസ്സസ്, അവർ അണിഞ്ഞിരുന്ന അതേ വേഷം, ഡിഫറെന്റ് ഷേപ്പ്, colors and sizes, everything about them Krishna expanded as all calves also. പ്രാവുകളെയും അതേപോലെ തന്നെ, അല്ല വലിയ അത്രയും സൈസ്, ചിലതിന് പൊട്ടുണ്ടെങ്കിൽ അതേ കണക്കത്ത, ചിലര് അതിന്റെ ഷേപ്പ് എങ്ങനെ ആയിരുന്നു അതേ ഷേപ്പില്. കൃഷ്ണ replicated himself exactly as the calves were. എത്ര ക്ടാവുകൾ ഉണ്ടായിരുന്നോ അത്രയും ക്ടാവുകളുടെ രൂപം. വലിയ വലിയ യോഗികള് പ്രഭുപാദ് പറയുന്നു,
യോഗികൾക്ക് ഒരേ സമയത്ത് 9 സ്ഥലങ്ങളിൽ, അതാണോ 7ആണോ പ്രഭുപാദരിലെ ചിലത് തോന്നുന്നു, ഒരേ സമയത്ത് 9 സ്ഥലങ്ങളിൽ അപ്പിയർ ചെയ്യാൻ പറ്റും ഭയങ്കര യോഗികൾക്ക്. പക്ഷെ അവരുടെ കുഴപ്പമെന്ന് വെച്ചാല് ആ യഥാർത്ഥ രൂപം ഇപ്പൊ ഇങ്ങനെ കഴിക്കുവാണെങ്കിൽ ആ 9ഉം ഇങ്ങനെ തന്നെ ആക്ഷൻ ആയിരിക്കും, വേറെ വേറെ ആക്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. ആ യോഗി സിദ്ധിയുടെ പ്രത്യേകത 9ആയിട്ട് വിസ്തരണം അയാളുടെ ശക്തി കൊണ്ട് അയാൾക്ക് 9 സ്ഥലങ്ങളിൽ ചെല്ലാൻ പറ്റും. അത് വലിയ വലിയ സിദ്ധിയുള്ളവരുടെ കാര്യമാണ്. ഇപ്പോഴത്തെ രോഗികള് റോഡിൽ കൂടെ നടക്കുന്നവരൊന്നും ചെയ്യരുത്. അവർക്ക് 9 അടുത്ത് ദർശിക്കാൻ പറ്റും അവരെ ഒരുപോലെ ഒരേ സമയത്ത്. ബട്ട് അയാളുടെ ആക്ഷൻസ് 9ഉം സെയിം തന്നെ ആയിരിക്കും. ഇവിടെ ഭഗവാന്റെ അങ്ങനല്ല. ഭഗവാൻ എല്ലാ ക്ടാവുകളെയും അതാത് ക്ടാവിന്റെ അനുസരിച്ച് ചേഷ്ടകളും എല്ലാം അതിനനുസരിച്ചിട്ടാണ്. അപ്പം ഒന്നിനുമായിട്ട് വ്യത്യാസമുണ്ട്. അത് സാക്ഷാൽ ഭഗവാന്റെ നേരിട്ടുള്ള എക്സ്പാൻഷനുകളാണ്. Now this is very interesting. Almost every day when the cowherd boys came home, they would tell their mother all about the big demons that Krishna killed that day. But on that day, none of the boys told their parents about any demon and Krishna killed that day. All the mothers bathed and washed their children. അപ്പൊ സ്ഥിരമായിട്ട് നടക്കുന്ന സംഭവം എന്താന്ന് വെച്ചാൽ ഭഗവാൻ കാട്ടിൽ പോയി ഭഗവാന്റെ സഹാക്കളുമായിട്ട് കളിക്കുകയും ഏതെങ്കിലും ആസുരൻ വന്നാൽ അവരെ കൊന്നതൊക്കെ പിന്നെ തിരിച്ചു വരുമ്പം വീട്ടിലെത്തി ഈ കുട്ടികളെല്ലാം അവരുടെ അച്ഛനമ്മമാരുടെ അടുത്ത് പറഞ്ഞു. ബട്ട് ഇന്ന് തിരിച്ചു വന്നിരിക്കുന്നത് ആക്ച്വലി ഭഗവാനും ഭഗവാന്റെ വിസ്തരണങ്ങളുമാണ്. ഇവര് യാതൊരു തരത്തിലുള്ള അവിടെ നടന്ന കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. But on that day, none of them boys told their parents about any demon. ആരും ആരെ കുറിച്ചും ഒന്നും പറഞ്ഞില്ല. Lala came home and Nanda Maharaj picked up his son. He was so soft like the tamal leaf. Nanda Maharaj കണ്ണനെ പൊക്കിയെടുത്തു. Nanda Baba was afraid that അത്രയ്ക്ക് മൃദുലമാണ് ഭഗവാന്റെ ശരീരം. നന്ദ മഹാരാജ് വിചാരിക്കാൻ അവന്റെ താടി അവന്റെ ശരീരത്ത് കൊണ്ട് അവന് വേദന എടുക്കും. വെരി കെയർഫുള്ളി മേക്കിംഗ് ഷുവർ താടി കൊള്ളാതെ നോക്കുക. തലയില് ഉമ്മ വെച്ചു, മണപ്പിച്ചു. Mother Yashoda massaged Krishna with oil and washed off all the dust of the day. After this, Krishna sat down and took his sleep. അന്ന് തിരിച്ചു വന്ന് അമ്മ കുളിപ്പിച്ചു, ആഹാരമൊക്കെ കൊടുത്തിട്ട് ഭഗവാൻ വിശ്രമിച്ചു. Next morning, all the cowherd boys assembled outside Lala's house, and they all went out to the field, all the way up to the edge of the forest. All their mothers and fathers were following. Krishna had to take them all back. When the boys started for the second time, all the parents started to follow again. Krishna turned and told them, "Don't worry, Baladao is here. My friends are here. I will be all right. Mata, Baladao is here. He will look after me. Don't worry." Somehow Krishna convinced the parents to return, and Krishna and his friends entered the forest along with the cows. ഇതിനകത്ത് സംഭവിച്ചെന്താന്ന് വെച്ചാല് എല്ലാം ഭഗവാനാണ്. ഓരോ മാതാവിന്റെയും പിതാവിന്റെയും കൂടെ നിൽക്കുന്നത് ആക്ച്വൽ ഭഗവാനാണ്. അപ്പൊ അവര് ഭഗവാന്റെ അടുത്ത് എത്രത്തോളം സ്നേഹമുണ്ടോ അതേ സ്നേഹം ഈ കുട്ടികളുടെ. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. നേരത്തെ ഭഗവാന്റെ അടുത്ത് കൂടുതൽ സ്നേഹമായിരുന്നു അവരോരോ കുട്ടികളെക്കാളും. ഇവിടെ എല്ലാം ഭഗവാനാണ്. അതായത് ഈ വിസ്തരിച്ച് നിൽക്കുന്നതൊക്കെ അവരോരോ വീട്ടിലും ഭഗവാനാണ് നിൽക്കുന്നത്. അവർക്ക് ആ കണ്ണനോടുള്ള അതേ സ്നേഹം, ബിക്കോസ് അതേ അംശമാണ്. അത്ര സ്നേഹം ഈ കുട്ടികളോടും അവർ പോകുന്നിടം വരെ അതിന്റെ കൂടെ ചെല്ലുക,
അവസാനം ഭഗവാൻ എന്ന് പറയുന്നുണ്ട്, ഞാനിവിടെ ഞാൻ സൂക്ഷിച്ച് തന്നെ പൊക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവര് പിന്നെ തിരിച്ചു വരുന്നത്. ഭഗവാനും കൂട്ടുകാരും ഒക്കെ കാട്ടിലോട്ട് പോയി. Every day this was going on, but something very strange was going on. Everybody used to love Lala more than their own son. We may like all children, but we like our own children the best. But in Vrija, everyone loved their own children. വ്രജവാസികളുടെ പ്രത്യേകത, എല്ലാവരുടെയും അവരവരുടെ മക്കളെക്കാളും കൂടുതൽ സ്നേഹം കണ്ണനോടാണ്. പക്ഷെ ഇപ്പൊ സംഭവം തിരിഞ്ഞിരിക്കുന്നു. But they loved Lala even more than their own son. Since the day of Brahma's trick, however, they began to love their own children just like they love for Lala. അപ്പം ഭഗവാന്റെ അടുത്ത് എത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നു, ഇപ്പം ഈ ബ്രഹ്മാവിന്റെ ഈ ഒരു ട്രിക്ക് കാണിച്ചതിന് ശേഷം പിന്നെ വന്ന എല്ലാ കുട്ടികളുടെ അടുത്തും അച്ഛനമ്മമാർക്ക് കണ്ണന്റെ അടുത്ത് എത്ര സ്നേഹമുണ്ടോ അതേ സ്നേഹം കാണിക്കാൻ തുടങ്ങി. പക്ഷെ എല്ലാം കണ്ണനാണ്. അതാണ് അവിടെ ആർക്കും മനസ്സിലാവുന്നില്ല. The cows also love Krishna so much. വലിയ പശുക്കൾക്കും ഭഗവാനെ ഭയങ്കര ഇഷ്ടമാണ്. But from this day they began to love their calves the same way they loved Krishna. വലിയ പശു അതിന്റെ ക്രാവിനെയാണ് ഭഗവാൻ കൊണ്ടുപോകുന്നത്. തിരിച്ച് ഈ വട്ടം വന്നിരിക്കുന്നത് സാക്ഷാൽ ഭഗവാനാണ് ക്രാവായിട്ട്. അപ്പം ഭഗവാന്റെ അടുത്തുള്ള അതേ സ്നേഹം അതിന്റെ ക്രാവിന്റെ അടുത്തും അതിന് തോന്നാനാണ്. അപ്പം ഇതൊരു വ്യത്യസ്തമായ കാഴ്ചയാണ്, ആർക്കും മനസ്സിലാവാത്ത ഒരു കാഴ്ചയാണ് നടന്നത്. And Vrija was becoming overwhelmed like this, and Balaram was thinking, what is going on here? ഇപ്പോഴാണ് ഇപ്പം ബലരാമന് പോലും മനസ്സിലായില്ല. ബലരാമന് ഇപ്പം ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ എന്തോ ഇവിടെ സംഭവിക്കുന്നുണ്ട്. Just imagine how this transcendental illusion went on for once. ഈ കാര്യം ഒരു വർഷത്തോളം സംഭവിച്ചു. അതായത് ഭഗവാൻ പശുക്കളെയും കൊണ്ടുപോവുകയും കൂട്ടുകാരുമായിട്ട് വരികയും യഥാർത്ഥത്തിലുള്ള കൂട്ടുകാരെ ഇല്ലാതെ ഭഗവാന്റെ വിസ്തരണങ്ങൾ കൊണ്ട് ഇവരെ എല്ലാം സന്തോഷിപ്പിച്ചു വർഷത്തോളം. പ്രത്യേകത എന്താന്ന് വെച്ചാല് നോക്കണം. Just imagine how this transcendental illusion went for 1 year. Krishna manifested all the cows and cowherd boys. This pastime is actually Krishna's very, very special mercy, because everyone in Vrija was always envious of Mother Yashoda. അപ്പൊ ഇത് ഭഗവാന്റെ ഒരു എന്താ പറയാ, ഒരു ഭയങ്കര കൃപയായിരുന്നു വ്രജവാസികൾക്ക്. ബിക്കോസ് എല്ലാ വ്രജവാസികൾക്കും കണ്ണൻ യശോദമയ്യയുടെ അടുത്ത് എന്താ പറയാ, കണ്ണന്റെ യഥാർത്ഥ അമ്മയല്ലേ, ആ അമ്മയുടെ അടുത്ത് എന്റെ കുട്ടികളെക്കാട്ടിലും കൃഷ്ണനോട് സ്നേഹമുള്ളതുകൊണ്ട് ആ അമ്മയുടെ ആ ക്വാളിറ്റികളെ അവര് എപ്പോഴും എന്താ പറയാ ചെറിയ അസൂയ ഭാവത്തോടെ നോക്കി, എനിക്കും ഇതേ കണക്കത്തെ കുട്ടിയായിരുന്നെങ്കിൽ എന്ന് അവരാലോചിച്ചതിന് പകരമായിട്ട് ഭഗവാൻ ഈ ലീലയിലൂടെ ഭഗവാൻ എല്ലാ വീടുകളിലും എത്തി ആ കുട്ടികളുടെ രൂപത്തിൽ. അപ്പൊ എല്ലാവർക്കും ഭഗവാന്റെ കൃപ കിട്ടി. സ്വന്തം മകനെ ലാളിക്കാനുള്ള യശോദാമയ്യയെ പോലെ തന്നെ അവർക്കും ആ അനുഗ്രഹം ഭഗവാൻ കൊടുത്തു. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഭഗവാൻ ചിന്തിച്ച് ചെയ്യുന്നത്. They wanted to have Krishna as their own son. Krishna fulfilled their desire for 1 year like this. ഒരു വർഷം അവർക്ക് ആ ആനന്ദം ഭഗവാൻ ആ ആഗ്രഹം വിചാരിച്ചതുപോലെ തന്നെ ചെയ്തു കൊടുത്തു. അവരുടെ കുട്ടികളായിട്ട് ഭഗവാൻ അവരുടെ വീടുകളിൽ നിൽക്കുകയാണ്. There's one thing to consider. Just imagine the glories of Vrija. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വ്രജഭൂമി എത്ര മനോഹരമാണ്, എത്ര ഭാഗ്യമുള്ളതാണ് വൃന്ദാവനം. എന്താണ് അതിന്റെ ഭാഗ്യം? The Supreme Personality of Godhead became the calf and was eating the grass of Vrija.
എല്ലാ ക്ടാവുമായിട്ടും ഭഗവാൻ വിസ്തരിച്ചിരിക്കുന്നു. ഈ ക്ടാവിന്റെ രൂപത്തില് ഭഗവാൻ നിന്നിട്ട് ഈ വ്രജഭൂമിയിലെ പുല്ല് തിന്നെയാണ്. Can you imagine how glorious is വ്രജ? നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ ഈ വ്രജഭൂമി, ഈ വൃന്ദാവന ഭൂമി എത്രത്തോളം മഹത്വമുള്ളതാണെന്ന്? That Krishna himself was eating the grass. ഭഗവാൻ സ്വന്തം വ്രജഭൂമിയിൽ നിൽക്കുന്ന പുല്ല് തിന്നുക. While they eating the grass, the cows are greedy and pull it up right from the root. That means dirt is also coming. Dust. The Supreme Lord was eating the dust of. കണ്ടിട്ടുണ്ട് ഈ പശുക്കിടാവുകളൊക്കെ പോച്ച കഴിച്ചിട്ട് അതിന് ആഹാരം അങ്ങനെ മതിയാവാത്തപ്പോ അതിന്റെ വേരോടെ തന്നെ എടുത്തിട്ട് അപ്പൊ ആ മണ്ണോട് കൂടിയിട്ട് വായിലിട്ട് ചവച്ചിട്ട് ആ പുല്ല് തിന്നുന്നുണ്ട് പശുക്കൾ, കിടാവുകൾ. അപ്പൊ അതേപോലെ ആ കിടാവ് ചെയ്ത കണക്ക് ഭഗവാൻ, സാക്ഷാൽ ഭഗവാൻ ആ കിടാവിന്റെ രൂപത്തില് ഈ മണ്ണ് തിന്നിട്ട് അത്രയ്ക്ക് ഭാഗ്യം ചെയ്ത പുണ്യഭൂമിയാണ് വൃന്ദാവനം. അതിന്റെ മണ്ണ് ആക്ച്വലി ഭഗവാൻ ചവച്ചതാണ്. There are many places we can find Lord walking on the dust, like Chitrakuta, where Lord Ram was wandering barefoot on that. നമ്മൾ പല സ്ഥലങ്ങളിലും ഭഗവാന്റെ ലീലകൾ നടന്ന സ്ഥലത്തൊക്കെ ഭഗവാൻ നടന്ന സ്ഥലമൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ വ്രജഭൂമി എന്ന് പറയുന്നത് അതിന്റെ മണ്ണ് ഭഗവാൻ കഴിച്ചതാണ്. ശരിക്കും ചവച്ച് പുല്ലും മണ്ണും തിന്നതാണ്. അതുകൊണ്ട് Lord Ram was wandering barefoot on that Raj. We say, Chitrakoot ki Ramaraj, Vrindavan ki dhul, Urdhamastag lag sabe, Pab hoye dur. Chitrakoot ki Ramaraj, Vrindavan ki dhul, Urdhamastag lage sab, Pab hoye dur. ചിത്രകൂട്ടില് ഭഗവാൻ നടന്ന മണ്ണ്, വൃന്ദാവൻ കി ധൂൾ. You just put Chitrakoot Ram, the dust of Lord Rama's lotus feet in Chitrakoot. Or Vrindavan ki ധൂൾ, വൃന്ദാവനത്തിലെ ഈ മണ്ണ് on your forehead, നെറ്റിയിൽ ഇടാങ്കില്, then all your papa will go for ദൂരെ പോകുന്നു. എന്താണ്? എല്ലാ പാപങ്ങളും. ചിത്രകൂട്ടില് ഭഗവാൻ നടന്ന്, ശ്രീരാമൻ നടന്ന മണ്ണും വൃന്ദാവനില് ഭഗവാൻ അവച്ച ഈ മണ്ണും നെറ്റിയിൽ നിങ്ങൾക്ക് ഇടാമെങ്കില് പാപങ്ങളെല്ലാം ദൂരെ പോയിടും. ചിത്രകൂട്ട് കി രാമരാജ്, രജ് മണ്ണ്, വൃന്ദാവൻ കി ധൂൾ, ഊർധ മസ്തക ലഗേ സബ്, പാപ ഹോയേ ദൂർ. വൃന്ദാവനിലൊക്കെ പോവുകയാണെങ്കിൽ ആ മണ്ണ് തൊട്ടിങ്ങനെ എന്താ പറയാ നെറ്റിയിലിടാ. That's the so sab papa hoye dur, അങ്ങനെ എല്ലാ പാപങ്ങളും ദൂരെ പോകും. There are many places we can find where our Lord has touched the dust with his lotus feet, like Haridwar, Hardwar. But there is only one holy place in all the millions of universe where Krishna was eating that dust. This is happening only in Braj. പല സ്ഥലങ്ങളിൽ ഭഗവാൻ നടന്ന സ്ഥലങ്ങളൊക്കെ കാണും. പക്ഷെ ഇത്രയും കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങളില് ഈ വൃന്ദാവനത്തിൽ മാത്രമേ ഉള്ളൂ ഭഗവാൻ കഴിച്ച മണ്ണ്. Later we will get to അത്രയ്ക്ക് മഹത്വമാണ് ഈ വൃന്ദാവനം. But in this pastime, the cows were eating the dust of Vrija every day for a year.
ഇത് ഒരു ദിവസമൊന്നുമല്ല ഭഗവാൻ ഈ മണ്ണ് കഴിച്ചിരിക്കുന്നത്, ഒരു വർഷത്തോളം കഴിച്ചു. Krishna was eating the dust. This is the glory of Raja. The Supreme Lord was eating the dust of this place. Who can imagine? ആർക്ക് ഊഹിക്കാൻ പറ്റും? ഒരു വർഷത്തോളം ഭഗവാൻ ഈ മണ്ണ് കഴിച്ചിട്ടുണ്ട്. ഭൂമിയുടെ One day, after almost a year had passed, all the cowherd boys were playing on the side of Govardhan and herding the calves. All the cowherd men were on top of Govardhan hill with the cows. Those cows already had new calves, and those calves that cowherd boys were herding, they didn't drink their mother's milk anymore. Suddenly, all the cows, with their big eyes and long lashes, looked down the Govardhan hill. These cows saw their calves from the previous year. ഇവിടെ അതിലും അതിശയിപ്പിക്കുന്ന ഒരു സംഭവം നടന്നു. ഈ ക്രാവുകളെ കാണുമ്പം നല്ല പശുക്കള് പുതിയ കുട്ടികൾ ഉണ്ടായതിനെ നോക്കത്തില്ല, ഈ കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് ഓടിപ്പോന്നു. അത്രയ്ക്ക് സ്നേഹമാണ് ഈ കുട്ടികളുടെ അടുത്ത്. ഭഗവാന്റെ വിസ്തരണങ്ങളായിട്ട് നിൽക്കുന്ന കുട്ടികളുടെ അടുത്ത് ഈ പശുക്കൾക്ക് കൂടുതൽ സ്നേഹം തീർച്ചയായിട്ടും കാണും. ബിക്കോസ് ഭഗവാന്റെ അംശമാണ് ആ വിസ്തരണം. സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് ആ വിസ്തരിച്ച് നിൽക്കുന്നത്. അങ്ങനെ ഓടിച്ചെല്ലും ആ ക്രാവുകൾക്ക് പാല് കൊടുക്കാനായിട്ട്. Those cows began to lick the bodies of their older calves, and the older calves began to put their head underneath to drink the milk from their mother. The mothers were just in ecstasy. സാക്ഷാൽ ഭഗവാനാ പാല് കുടിക്കുന്നു. The cowherd men were so angry. പാലെല്ലാം കുടിച്ച് തീരുമ്പോ പശുവിന്റെ പാല് വരുത്തുമ്പോ സമയത്ത് കുറച്ച് മാത്രമേ പശുവിന് കൊടുക്കൂ. പശു അങ്ങനെ കുടിച്ചോണ്ട് ക്ലാവ് അങ്ങനെ കുടിച്ചോണ്ട് ഇരിക്കുന്നു. അപ്പം ഗോപന്മാര് വന്നിട്ട് പിടിച്ചു മാറ്റുന്നു. ദേഷ്യം. The cowherd men rushed down the hill in great anxiety, but as soon as they saw their sons, their hearts overflowed with വാത്സല്യ രസ. അപ്പൊ ഇത് പിടിച്ചു മാറ്റാനായിട്ട് ഓടിച്ചെല്ലുന്ന വൃജവാസികൾ, ഗോപന്മാര് പെട്ടെന്ന് അതിന്റെ കൂടെ വരുന്ന അവരുടെ കുട്ടികളെ കാണുമ്പോഴത്തേക്ക് ഈ കാര്യം മറന്നുപോയി. അവരുടെ കുട്ടികളുടെ അടുത്തോട്ടുള്ള വാത്സല്യ രസം. അപ്പൊ സാക്ഷാൽ ഭഗവാനാണ് ആ കുട്ടികളുമായിട്ട് നിൽക്കുന്നത്. അപ്പൊ ആ രസം കാരണം അവര് ഈ ചെയ്യേണ്ട ജോലി മറന്നിട്ട് കുട്ടികളെ ലാളിക്കാനായിട്ട് ഓടിപ്പോകും. ഈ ഭഗവാൻ സാക്ഷാൽ ഭഗവാൻ വിസ്തരിച്ച് നിൽക്കുന്നതുകൊണ്ട് എന്തൊക്കെ മറിമായങ്ങളാണ് അവിടെ നടക്കുന്നതെന്ന്. They just took the children very affectionately on their lap. Taking the turban off their children's head, the father began to smell the fragrance of the head and അപ്പം ആ കുട്ടികളെ തലോടി അവരും നെറുകയിൽ ഉമ്മയൊക്കെ വെച്ചിട്ട് ആ ദേഷ്യം അതൊക്കെ മറന്നുപോയി. ആ ക്രാവിന്റെ അടുത്തോട്ട് കാണിക്കാൻ പോയ ദേഷ്യമൊക്കെ അങ്ങ് വിട്ടുപോയി. Balaram was sitting there and thinking, what is this world is going on here? ഇതൊക്കെ കണ്ടപ്പം ബലരാമൻ ഇതെല്ലാം നോട്ട് ചെയ്തിട്ട് വിചാരിക്കും, എന്തുവാ ഇവിടെ സംഭവിക്കുന്നത്? I thought these boys were all great demigods, but now it appears that they are all expansions of ബലരാമൻ വിചാരിക്കുകയാണ് ഇത് ദേവി ദേവന്മാരായിരിക്കുമെന്ന് വിചാരിക്കും. ബട്ട് ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇതെല്ലാം കണ്ണൻ തന്നെയാണ്. Taking Krishna's side, Baladav said, Kanhaiya, come here. What's going on here? Then Kanhaiya described to Thou what was going on. Thou began to laugh. Acha. ഭഗവാൻ കണ്ണന്റെ അടുത്ത് പറഞ്ഞു, എന്താ സംഭവിക്കുന്നത്? ഭഗവാൻ ബലരാമനും ചിരിക്കുകയാണ്. This is the supreme mystic power of Krishna. അത്രയും പവർഫുൾ ആണ് സാക്ഷാൽ ഭഗവാൻ. സാക്ഷാൽ ഭഗവാൻ എന്ന് പറയുമ്പോൾ
എപ്പോഴും ഏത് സമയത്തും ഭഗവാന്റെ ഉള്ളിൽ നിന്ന് ഭഗവാന് ഏത് അവതാരവും എടുക്കാം, ഏത് എക്സ്പാൻഷൻസും ചെയ്യാൻ പറ്റും. അതാണ് സാക്ഷാൽ ഭഗവാന്റെ പ്രത്യേകത. സാക്ഷാൽ വിഷ്ണു രൂപമൊക്കെ ആയിട്ട് ഭഗവാൻ വിസ്തരിക്കുമെങ്കിലും അപൂർണ ശക്തി ഉണ്ടെങ്കിലും ഈ ഭാവങ്ങൾ കുറവായിരിക്കും. കൃഷ്ണനെ പോലെ ഓടക്കുഴൽ ഊതുകയും ആയിട്ട് കളിക്കുകയൊക്കെ ചെയ്യുന്നത് പൂർണ്ണ പുരുഷോത്തമനായ ഭഗവാന്റെ ആ ലീലയില് ഭഗവാൻ ഏത് സമയത്തും എല്ലാ അംശങ്ങളും ഭഗവാന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. ഏതിലോട്ടും ഭഗവാന് ഇറക്കി വിടാൻ പറ്റുന്ന സാധ്യതകൾ. അതുകൊണ്ടാണ് വൃന്ദാവനിൽ നിന്ന് വെളിയിൽ പോകത്തില്ല ഭഗവാൻ. പക്ഷെ ദ്വാരകയിലൊക്കെ പോയി, മധുരയിലൊക്കെ പോയി കംസനെ കൊന്നു, ദണ്ഡവക്രനെയൊക്കെ കൊന്നെങ്കിലും സാക്ഷാൽ ശ്യാമസുന്ദര കൃഷ്ണൻ എന്ന് പറയുന്നത് വൃന്ദാവനിൽ തന്നെയാണ്. ആ പോയത് ആക്ച്വലി വസുദേവ കൃഷ്ണൻ. അപ്പൊ ആ ഭാവം പോയാണ് അവരെയൊക്കെ നിഗ്രഹിച്ചിട്ട് വരുന്നത്. സാക്ഷാൽ കൃഷ്ണൻ വൃന്ദാവനം വിട്ടുപോകത്തില്ല. അപ്പൊ അതൊക്കെ എങ്ങനെയാന്ന് ചോദിച്ചാല് ഈ പ്രഭുപാദ് പക്ഷേ എഴുതും സെയിം കൃഷ്ണ വെന്റ് ആൻഡ് അവിടെ പോയിട്ട് 4 കൈകളോളം രൂപത്തിലല്ല അവരെ കൊല്ലുന്നത്, കംസനെ കൊല്ലുന്നത്. 2 കൈകളോ 2 കൈകളോ. അപ്പൊ നമുക്കതെങ്ങനെയാ മനസ്സിലാക്കാന്ന് വിചാരിച്ചാല് ഈ 2 കൈയുള്ള ഈ കൃഷ്ണന് വാസുദേവ കൃഷ്ണനായിട്ട് മാറാനും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഉള്ളിലെ എല്ലാ ശക്തികളും ഇരിക്കുന്നുണ്ട്. ഏത് അവതാരവും ഏത് എക്സ്പാൻഷനും എന്നാ പ്രഭുപാദ് പറയുന്നത്. ഈ വെള്ള സൂര്യപ്രകാശം, അതിനകത്ത് 7 നിറങ്ങളുണ്ടെന്ന് നമുക്ക് സ്കൂളിൽ നമ്മൾ പഠിക്കും. അപ്പൊ ആ വെള്ള നിറത്തിനകത്ത് ഈ 7 കളറും ഇരിപ്പുണ്ട്. നമ്മളിങ്ങനെ പ്രിസത്തിലൂടെയൊക്കെ വിടുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. അതുപോലെ തന്നെ കൃഷ്ണൻ എന്ന് പറയുന്ന ആ സാക്ഷാൽ പരമപുരുഷന്റെ ആ ഉള്ളില് എല്ലാ അവതാരങ്ങൾക്കും എടുക്കാനുള്ള സ്രോതസ്സുകൾ, ശക്തികൾ ഏത് സമയത്തും അത് പ്രകടമാകും. A few days after this event, 1 year was complete. Balaram stayed home again with Mother Rohini for birthday functions. ഒരു വർഷം കഴിഞ്ഞ ഉടനെ അന്ന് ബലരാമന്റെ ജന്മദിന ആഘോഷത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. ബലരാമൻ വീട്ടിൽ തന്നെയായിരുന്നു. All the cowherd boys went to the forest. Sanatana Goswami explains that by his mystic power, Krishna kept his original cowherd boys somewhere else and Brahma took some Maya cowherd boys away. Brahma actually വേറൊരിടത്തുകൊണ്ടാണ് ഈ കുട്ടികളെയും രാവിനെ ഒളിപ്പിച്ചത്. ഭഗവാൻ അത് അവിടുന്ന് മാറ്റിയിട്ട് സനാതന ഗോസ്വാമി അങ്ങനെയാ പറയുന്നത്. യഥാർത്ഥ സ്ഥലത്ത് ഭഗവാൻ ബ്രഹ്മാവ് വെച്ചെടുത്തു എന്ന് ഭഗവാൻ നല്ല സ്ഥലത്തോട്ട് മാറ്റിയിട്ട് ആക്ച്വലി ബ്രഹ്മാവ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ആക്ച്വലി മായയുടെ സൃഷ്ടിയിൽ ക്രിയേറ്റ് ചെയ്ത് രാഹുവിനെയാണ്. അപ്പൊ അങ്ങനെ സനാതന ഗോസ്വാമി എഴുതുന്നു. Brahma came back. For Brahma, it has only been a moment, but on earth, every year, 1 year had passed. ബ്രഹ്മാവിന് ഇത് ഒരു നിമിഷം പോലെ ആയിരുന്നു. ഭൂമിയിൽ ഒരു വർഷം കഴിഞ്ഞു. When he returned, Brahma saw everything was going on like before. ബ്രഹ്മാവ് നോക്കിയപ്പോ എല്ലാം പഴയതുപോലെ തന്നെ നടക്കുന്നു. കുട്ടികളും ഉണ്ട്, കൃഷ്ണനും ഉണ്ട്, ക്ലാവുകളും ഉണ്ട്, എല്ലാരും കളിക്കും. ഞാൻ ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോയതൊക്കെ ആരെയാണെന്ന് ബ്രഹ്മാവ് ആലോചിക്കും. Krishna was playing with all the cowherd boys, all the cows were there. Everything was going on just like before. Brahma became confused. By his own mystic potency, Brahma could see in Brahmaloka that the cowherd boys were still sleeping. The cows, under his mystic power, bewildered Brahma thought, what is all going on here? ബ്രഹ്മാവ് തലയിൽ കൈവെച്ചു. 4 തലയുണ്ട്.
ആകെ കറങ്ങിപ്പോയി. അത് നോക്കിയപ്പോ ഞാൻ കൊണ്ടുവച്ചിരിക്കുന്ന സ്ഥലത്ത് കുട്ടികൾ കൊണ്ട് നീ നിന്ന് കളിക്കുന്നത് ആരാണ്? Suddenly, Lord Brahma saw all those cowherd boys and cows began to manifest their four-armed Vishnu form with millions and millions of living entities dancing around them. പെട്ടെന്ന് നോക്കിയപ്പോ ബ്രഹ്മാവ് നോക്കുക, ഈ കുട്ടികളെല്ലാം ചതുർഭുജ വിഷ്ണു തത്വമായിട്ട് മാറി അനേകം ജീവ എന്താ പറയാ ചുറ്റിൽ നിന്ന് നൃത്തം ചെയ്യുന്നു. The sky, the moon, stars around each one of hundreds of rashis were around each one chanting Vedic hymns. എല്ലാ വേദങ്ങളെല്ലാം വന്നിട്ട് സ്തുതികൾ പാടാൻ തുടങ്ങി ഓരോ കുട്ടികളുടെ അടുത്ത് നിന്ന്. ഓരോ കുട്ടിയും ഭഗവാനാണ് ആക്ച്വലി. അപ്പൊ ഓരോരുത്തരുടെ അടുത്ത് വിത്ത് ഹിസ് ഫോർ ഹെഡ് ബ്രഹ്മ വാസ് ലുക്കിംഗ് ഇൻ ഓൾ ഡയറക്ഷൻ. എല്ലായിടത്തും നോക്കി ബ്രഹ്മാവിന്റെ തല കറങ്ങിപ്പോയി. ഇത്രയും കുട്ടികളിലും എല്ലാരും ഒരുപോലെ എന്താ പറയാ ചതുർഭുജ രൂപത്തിൽ വന്ന് നിന്നിട്ട് എല്ലാ ദേവി ദേവന്മാരും സ്തുതികൾ പാടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കുട്ടികളും. It was expanded without limit. He became completely bewildered. Then Krishna just wound up the whole manifestation. ഒറ്റയടിക്ക് എല്ലാത്തിനെയും കൂടെ എല്ലാ ബ്രഹ്മാവിന്റെ മുമ്പിൽ വെച്ച് ബ്രഹ്മ fell down just like രണ്ട് വീഴുന്ന പോലെ അവിടെ അങ്ങ് വീണു, ഒരു വടി വീഴുന്നത് പോലെ ഭഗവാന്റെ മുമ്പിൽ. He touched all his four helmets to Krishna's lotus feet. ഭഗവാന്റെ കാൽപാദത്തിലെ ബ്രഹ്മാവിന്റെ കിരീടം തൊട്ടു. Krishna was standing there holding chipped rice, yogurt, and Bhagavatam says alam, fruit. From the Brajavasis, we learn that one of the Krishna's favorite food is this chipped rice, yogurt, and special type of achar. കയ്യിൽ ഭഗവാൻ കഴിച്ചുകൊണ്ടിരുന്ന അതേ സംഭവം കയ്യിൽ ഇരിപ്പാണ്. ഈ എന്താ പറയാ തൈര് കൂടെ കഴിച്ച് ചോറും നമ്മൾ പറയത്തില്ലേ, തൈര് സാധനം അച്ചാറും വാസികളുടെ ഫേവറേറ്റ് ആണ്. അങ്ങനെ ബ്രഹ്മാവിന്റെ 4 തലയും കറങ്ങി. Fourteenth chapter, Srimad Bhagavatam, is filled with so many beautiful prayers from Lord Brahma. അങ്ങനെ 10ാമത്തെ സ്കന്ധത്തിലെ ഭാഗവതത്തിൽ പോയാല് ഭഗവാന്റെ സ്തുതികള് ബ്രഹ്മാവ് പറയുന്ന സ്തുതികളാണ് മൊത്തം. He offers so many beautiful prayers to Lord Krishna. You will find many important verses there. Brahma offered all these important, wonderful verses, and then he bowed down at the lotus feet of Krishna. He touched his helmet on his foreside. After his prayers and humble appeal to Lord Krishna, he got back on his swan carrier. അങ്ങനെ ഭഗവാനെ നമസ്കരിച്ച് സ്തുതികളും ചെയ്തിട്ട് ബ്രഹ്മാവ് അരയന്നത്തിന്റെ മുകളിൽ കയറി. I heard an interesting part of this pastime from an old 80-year-old Madhura Brahmin in Visramghat. Most of the Brahmins from Madhura are named Chaturvedi, but in Vrichabhasha we say Chaubji. This elderly Chaubji spent his whole life researching Krishna's pastime. He told me that after this incident, Lord Brahma was thinking, "Oh, what a fool I am." Krishna was bitting his sweet and giving to his friend. You offer bhoga to Krishna some. Did you ever see him eating? We never saw. We have faith that Prabhupada told us that you put a tulasi leaf, say the prayer, and you offer before the picture of the deity. We have the faith that Krishna eats it, but we never saw. Brahman was thinking, these cowherd boys were seeing Krishna bitting the sweet and
handing it to them. They were seeing Krishna eat the bhoga. This was a real Mahaprasada. Brahma was thinking that what a fool he was. Although he is Brahma, the creator of the universe, he can't come to Raja like a cowherd boy and wait for Krishna to hand him a bit of laddu. So he was thinking what to do. അപ്പം ഇതെല്ലാം ബ്രഹ്മാവ് നോക്കുമായിരുന്നു. ബ്രഹ്മാവിന്റെ ഒരു ഭാഗ്യമായിരുന്നു ഈ കുട്ടികളെല്ലാം ഭഗവാൻ കഴിച്ചതൊക്കെ കഴിക്കുന്നു, മഹാപ്രസാദം. നമ്മളും ഭഗവാനെ നിവേദിക്കുന്നു. ബട്ട് പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നതുകൊണ്ട്, ശാസ്ത്രം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റുന്നില്ല. ഭഗവാൻ ബ്രഹ്മാവിന് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ കഴിക്കുന്നത് ഈ കുട്ടികളുടെ കയ്യിൽ നിന്ന്. ബാക്കി നമുക്ക് നാളെ. ഹരേ കൃഷ്ണ പ്രഭു, താങ്ക് യു സോ മച്ച്. കൃപാ സിന്ധുഭ്യോ ച പദ്മാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. ഗൗരാംഗ ഭക്തവന്ദ കി ജയ. ശീല പ്രഭുപാദ് Jai.